തൊപ്പിയുടെ കേസിലെ സാധാരണ പരിപാടിയൊന്നുമല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ക്രൈം അയാളുടെ നേതൃത്വത്തിൽ ആ വീട്ടിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഘട്ടത്തിൽ ഇവർ വലിയ തോതിൽ പൈസ ഉണ്ടാക്കി, ഒരു ഘട്ടം എത്തിയപ്പോഴത്തേനും അതിൽ 1-2 ആൾക്കാർ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് പൈസയുടെ ഷെയർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പുറത്ത് വന്ന് വേറെ ലൈവ് ചെയ്തു. അപ്പോൾ അവരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി വളരെ മാസങ്ങൾക്ക് മുൻപ് ഇയാൾ ഷൂട്ട് ചെയ്ത് രഹസ്യമാക്കി വെച്ചിരുന്ന അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇയാൾ എന്ത് ചെയ്യാണ്, ടെലികാസ്റ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ എന്നിട്ട് അയാൾ വീരവാദം പറയുകയാണ്, അല്ലെങ്കിൽ ന്യായവാദം പറയുകയാണ്, കണ്ടോ ഇത്ര വൃത്തികെട്ടവന്മാരാണ്, പന്നന്മാരാണ് ഇവന്മാർ എന്ന് പറയാണ്. എന്തിന്? ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പേ ആ വീട്ടിനകത്ത് അത്തരം എല്ലാ തരത്തിലുള്ള മോശം പ്രവൃത്തികളും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുന്ന ഒരാൾ, ആ ഒരുക്കി കൊടുത്തിട്ട് അത് ഷൂട്ട് ചെയ്ത് വെക്കുന്ന ഒരാൾ. ഏതാണ്ട് ഇറ്റ്സ് ലൈക്ക് എപ്സ്റ്റീൻ. ഭയങ്കര മോശം പ്രവൃത്തികൾ, ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്പേസിലേക്ക് ആളുകളെ കൊണ്ടുവരിക, മൈനറായ ആളുകളെ അടക്കം കൊണ്ടുവന്നിട്ട് അവരെ അവിടെ താമസിപ്പിച്ച് അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുക, ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യിപ്പിക്കുക, പുറകെ ചെയ്യിക്കുക, എന്നിട്ട് അവർ ക്യാമറയ്ക്ക് പുറകെ ചെയ്യുന്ന കാര്യങ്ങളെ ഷൂട്ട് ചെയ്ത് വെക്കുക. എന്തിന്? ഒരവസരം വരുമ്പോൾ അവരെ തീർക്കാൻ ആവശ്യമായ ഇത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. ഇത് നോക്കുക, അവരുടെ ലൈഫിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഗുരുതരമായ ഒരു സംഗതിയാണ് ഇയാൾ പുറത്തുവിട്ടത്. അതിൻ്റെ ഒരു ഷോക്കിൽ ഈ പറഞ്ഞ ചെറുപ്പക്കാർ ആരെങ്കിലും പോയി എന്തെങ്കിലും കടുങ്ക് ചെയ്താൽ ആരും ഉത്തരവാദിത്വം പറയും? തൊപ്പി ഒരു 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 ചൈൽഡ്ഹുഡ് ട്രോമ പേറുന്ന വളരെ ട്രാക്ക് തെറ്റി ഓടുന്ന ഒരാളാണെന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. അയാൾക്ക് കൃത്യമായ പ്ലാനുണ്ട്, ക്രിമിനൽ മൈൻഡുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ സംഗതി എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് വെക്കുമോ? അത് പിന്നെയും അതിനെ എൻ്റർടൈൻ ചെയ്യുമോ? അത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. അവിടെ നടക്കുന്ന എല്ലാ മോശം കാര്യങ്ങളും, പലതരത്തിലുള്ള ആരോപണമുണ്ട്. നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട ആക്ഷേപം പോലും അവർ ഉന്നയിക്കുന്നു, അത് പക്ഷേ വെരിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇതെല്ലാം നോക്കി നടക്കുന്ന ഒരാൾ, എൻ്റെ കണ്ടൻറ്റും അയാൾ വേറൊരാളുമായിട്ട് സത്യത്തിൽ വേറെ വേൾഡിൽ തർക്കം ഉണ്ടാകുമ്പോൾ അയാൾ 1-2 കണ്ടൻറ്റ് ചെയ്ത് നിർത്തും. ഇനി ഞാൻ ചെയ്യില്ല, ചെയ്താൽ അതിൻ്റെ ഗുണം അപ്പുറത്ത് കണ്ടൻറ് ഉണ്ടാക്കുന്നവനാണ്, അവൻ്റെ ട്രാക്ഷൻ കൂടും, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഏത് ഹീറ്റഡ് ഡിബേറ്റിൽ നിന്ന് ടക്കനെന്ന് പിന്മാറിക്കളയും. അത്രയും ബുദ്ധി അയാൾക്ക് ബിസിനസ്സിൻ്റെ കാര്യത്തിലുണ്ട്. എങ്ങനെ ബിസിനസ് ചെയ്യണം, എവിടെ അയാൾ ട്രാക്ഷൻ കൂട്ടണം, എവിടെ എന്തിനകത്ത് ഇടപെടണം, ഏതിൽ ഇടപെടരുത് എന്ന കാര്യം അറിയാം. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം രൂക്ഷമായി നിൽക്കെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഫലസ്തീനെ പിന്തുണയ്ക്കുമോ ഇസ്രായേലിനെ തള്ളിപ്പറയുകയും ചോദിക്കുമ്പോൾ ഞാനിത് രണ്ടിനകത്ത് നിൽക്കുന്നില്ല, കാരണം എൻ്റെ ഫോളോവേഴ്സ് രണ്ടിലും പെട്ട ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ബിസിനസ് ബുദ്ധി വെച്ച് പുലർത്തുന്ന ഒരാളാണ് അയാൾ. അവസാനം വ്യാപകമായ എതിർപ്പ് വന്നപ്പോൾ ഇല്ല, ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അയാളുടെ ഫോളോവേഴ്സിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിനെ തള്ളിപ്പറയുന്നു. ഫോളോവേഴ്സ് നഷ്ടപ്പെടുമെന്ന് വെച്ചപ്പോൾ മാത്രം വന്ന് മാറ്റി പറഞ്ഞ ആളാണ്. അപ്പോൾ തൊപ്പി നമ്മുടെ ഏതെങ്കിലും നിലയ്ക്ക് നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അയാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഗെയിം വേണമെങ്കിൽ കാണാം. ഗെയിമിനപ്പുറം പോയിട്ടുള്ള ഈ സ്ട്രീമിംഗ് പരിപാടിയുണ്ടല്ലോ, ഒരു പരിധി കവിഞ്ഞ് ഭയങ്കരമായ അപകടകരമായി പോകുന്നു. ആദ്യഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആളുകളേക്ക് ലൈവിൽ ഫോണിൽ വിളിച്ച് ആക്ഷേപിക്കുക, ചീത്ത വിളിക്കുക, ആൻഡ് ഡബിൾ മീനിങ് ഉള്ള സംഗതികൾ പറയുക, അത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തൊപ്പിയുടെ കാര്യത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് അയാളുടെ പേജ് അടിച്ച് കളയുക എന്നുള്ളത് പോലീസ് ചെയ്തിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ആ പേജിനകത്തുള്ളത് ഏറ്റവും മോശം തരത്തിലുള്ള കണ്ടൻറ്റുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒരു തലമുറയെ ആകമാനം പൊല്യൂട്ട് ചെയ്യുക, കാഴ്ചക്കാരെ പൊല്യൂട്ട് ചെയ്തുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു പണിയാണ്. ഇഷ്ടംപോലെ പൈസ അയാൾ ഉണ്ടാക്കി. അപ്പോൾ പൈസ ഉണ്ടാക്കാനും ഈ പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്താനുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അത് നിയമവിരുദ്ധമായ പ്രവർത്തനമായി മാറിപ്പോവുക, കൂടെയുള്ള ആളുകളെ തന്നെയും കൊല്ലാനിട്ട് കൊടുത്തിട്ട് പണിയെടുക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയുന്ന സംഗതികൾ, അല്ലെങ്കിൽ നമ്മൾ പാരലൽ വേൾഡ് എന്ന് ഇപ്പുറത്തുനിന്ന് ഒരു കൂട്ടം ആൾക്കാർ വിളിക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ ഏർപ്പാടുകൾ നടക്കുന്നു, കണ്ടന്റുകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന പേരിൽ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നു. അവസാനം നമ്മൾ കണ്ടല്ലോ, എൻ്റെ കാസറ്റ് എന്ന പേരിൽ ലഹരിക്കും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരെ ഭയങ്കരമായി രംഗത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ UAE പിടിയിലായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന വലിയ സുവിശേഷ പ്രസംഗകരായിട്ടുള്ള ആളുകൾ, ചാരിത്ര പ്രസംഗകരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഞങ്ങൾ പുതിയ തലമുറയുടെ ആളുകൾ, നിങ്ങളൊക്കെ തന്ത വൈബുകാർ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആൾക്കാർ എന്തൊക്കെ പണികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരൊറ്റ സൊസൈറ്റിയാണ്. അതിലെങ്ങനെയൊന്ന് കീറി മുറിച്ചിട്ട് അവരവരുടെ വഴിക്ക് പോട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഓരോരുത്തർ എന്ന് വെച്ചാൽ ഇപ്പുറത്തെ എല്ലാവരും പെർഫെക്റ്റ് ആണെന്നുള്ളത്, ഇപ്പുറത്തെ അതിനേക്കാൾ വലിയ ക്രൈം നടക്കുന്നുണ്ട്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മോണിറ്റർ ചെയ്യാനും ഇതിനെ ബാലൻസ് ചെയ്യാൻ വൃത്തിക്ക് പോകാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് നിറവേറ്റേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തൊപ്പി ഈ ഘട്ടത്തിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള പിന്തുണ ആരിൽ നിന്നെങ്കിലും അർഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.